വെരി ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ആൻഡ് ഓൾ. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എല്ലായിടത്തും നല്ല സോറി ചോദിച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഐ തിങ്ക് 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ടെക് സ്റ്റഡി, അതുപോലെ തന്നെ ജോബ്, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു ലാഗ് വന്നത്. സോ ഗോയിങ് ഫോർവേഡ് ആ ഒരു ലാഗ് ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, അതായത് ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം SFM ആയിക്കോട്ടെ, SEM ആയിക്കോട്ടെ, DT, IDT, ലോ ആൻഡ് എത്തിക്സ്. സോ ഏതൊരു സബ്ജക്ട് റിലേറ്റഡ് ഏത് ഡൗട്ട് ചോദിച്ചാലും യു ക്യാൻ കം ടു മീ. ഞാൻ ലൈക്ക് പ്രസന്റ് ചെയ്യുന്ന പ്രസന്റേഷനിൽ ഒരു ഇൻസ്റ്റ ID ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ എനിക്ക് DM ചോദിക്കാവുന്നതാണ്. പേഴ്സണൽ നമ്പർ തരാത്തത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണമാണ്. ഓക്കെ. അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾ ജസ്റ്റ് പാസ് ചെയ്താൽ മതി. ഇന്ന ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് പാടാണ്, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് വീഡിയോക്ക് ലെങ്ത് കൂടുതലാണ്, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല. ഓൾ പ്രോബ്ലംസ് വിൽ സോർട്ട് ഔട്ട് ഹിയർ. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ, അതായത് ഈ ഒരു SFM എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തില് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സെക്യൂരിറ്റി അനാലിസിസ്, ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇങ്ങനെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. സോ ഇതില് എല്ലാത്തിനും നോർമലി SFM സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും പറയും ലൈക്ക് ഈ ഒരു ചാപ്റ്റർ പാടാണ്, ആ ഒരു ചാപ്റ്റർ എളുപ്പമാണ്, ഇതിങ്ങനെ പാടാണ്. ഒന്നുമില്ല. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിനെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഫൈനൽ ആൻസർ വരെയെങ്കിലും എത്തിയില്ല എങ്കിൽ പോലും നമുക്ക് പകുതി വരെ റീച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സ്റ്റെപ്പ് മാർക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പൊ നിങ്ങൾ ഫൈനൽ ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും സങ്കടപ്പെടേണ്ടതിന്റെ ഒരാവശ്യമില്ല. നിങ്ങൾക്ക് പകുതി വരെയെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യന്റെ എസെൻസ് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. റൈറ്റ്. നിങ്ങൾ പകുതി വരെ എത്തി എന്നാണ് അതിന്റെ അർത്ഥം. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതിൽ എന്ത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും ഞാൻ ഇതിൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ നിങ്ങൾക്ക് പല ഗൈഡുകളും കാണും, പല മെറ്റീരിയൽ സപ്പോർട്ട്സ് കാണും. സോ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയുന്നത് ഈ ഗൈഡുകളൊക്കെ ജസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഇതിനെ നിങ്ങളൊരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ NPV ഉണ്ടായിരുന്നു, ARR ഉണ്ടായിരുന്നു, മോഡിഫൈഡ് NPV ഉണ്ടായിരുന്നു, മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻ ബേസ്ഡ് ആണ്. നിങ്ങൾ അഥവാ ഇക്വേഷൻസ് മറന്നുപോയി കഴിഞ്ഞാൽ, വി ആർ ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് എപ്പോഴും ഓരോ ഇക്വേഷൻ നമ്മുടെ മനസ്സിനുള്ളിലിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇക്വേഷൻ ഇൻ കേസ് മറന്നു കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം, ഇക്വേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മുടെ കൺസെപ്റ്റ് ആണ് പിന്നീട് ഫോർമുലയൊക്കെ ഇട്ട് ഇക്വേഷൻ ആക്കി മാറ്റി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ബേസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പകുതി വരെ എത്താൻ പറ്റും. സോ അപ്പം എന്താണിത്, എന്തിനാണിത്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം വളരെ ഭദ്രമായിട്ട് കയ്യിലുണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ കയ്യിൽ എത്ര ഗൈഡ് ഉണ്ട്, എത്ര മെറ്റീരിയൽ ഉണ്ട്, എത്ര പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് വരും. ഡസൻ മാറ്റർ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് ഫൈനൽ ആൻസറിൽ എത്തണമെങ്കിൽ അത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്തൊരു കൺസെപ്റ്റ് ആയിരിക്കും പറയുന്നത്. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ മോഡിഫൈഡ് NPV അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് NPV ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതിനെ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ബാക്കി ഇനിയുള്ളതൊന്നുമില്ല. ഈ ഒരു ചാപ്റ്റർ ഓൾറെഡി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ ഏകദേശം ഒരു 22 ഇല്ലസ്ട്രേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൂടാതെ അഡീഷണൽ ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ആ ഒരു മൊഡ്യൂളിന്റെ ബാക്കിൽ അഡീഷണൽ ഇല്ലസ്ട്രേഷൻസും പിന്നെ അത് കൂടാതെ കുറച്ച് ഇല്ലസ്ട്രേഷൻസും ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വളരെ ക്ലിയർ ആണ്, വളരെ ഭദ്രമാണ്. ഒരു ക്വസ്റ്റ്യൻസിലും ഒരു ഡൗട്ട് ഇല്ല. ഒരു ക്വസ്റ്റ്യൻസ് ഇനി അതേ സെയിം പാറ്റേൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പകുതി വരെയെങ്കിലും എത്താൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം SFM-ൽ ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തിൽ ഏകദേശം ഒരു 17 ചാപ്റ്റർ ഉണ്ട്. ഈ 17 ചാപ്റ്ററും പഠിക്കണം എന്നുള്ള ഒരു വിചാരത്തോടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവും. അങ്ങനെ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ ഒരു ചാപ്റ്ററെ പഠിച്ചില്ലെങ്കിലും വൃത്തിയായിട്ട് അത് പഠിക്കുക. അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. പഠിച്ചത് എത്രയോ, ഒരു പേജ് ആയിക്കോട്ടെ, അര പേജ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു 10 പേജ് ആയിക്കോട്ടെ, 100 പേജ് ആയിക്കോട്ടെ, പഠിച്ച അത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അതിനുശേഷം മാത്രം അടുത്തതിനകത്തോട്ട് പോവുക. അതായത് എല്ലാവരും ചെയ്തൊരു മിസ്റ്റേക്ക്, ഓക്കെ ഇപ്പൊ നമുക്ക് ബോണ്ട് പഠിക്കാം, ഇക്വിറ്റി പഠിക്കാം, ഇൻവെസ്റ്റ്മെന്റ് പഠിക്കാം, ഇങ്ങനെ പഠിച്ച് പോവല്ലാതെ എന്ത് കാര്യമാണ് ഇതിനുള്ളത്?
നിങ്ങളൊരു കമ്പനിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2-3 ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് ചെയ്യണം. ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു ഗീവ് ദ ആൻസർ. അന്നേരം നിങ്ങൾ പോയിട്ട് സപ്പമിന്റെ ടെക്സ്റ്റ് എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെയല്ല. CA CMA ഏതായാലും ഇങ്ങനത്തെ കുറച്ച് ബേസിക്, നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് സിനേരിയയിലൂടെ കടന്നു പോകും ലൈഫിൽ എപ്പോഴെങ്കിലും. മാൻഡേറ്ററി അല്ല, എപ്പോഴെങ്കിലും കടന്നു പോകും. അപ്പൊ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഇല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കൊരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നൊരു ബേസിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം മറക്കണ്ട, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, ഏത് സബ്ജക്റ്റ് എപ്പോൾ തോന്നിയാലും ഒന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം, അല്ലെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ആൻസർ ഞാൻ തരുന്നതായിരിക്കും. ഇനി അല്ല നിങ്ങൾക്ക് വീഡിയോസ് ആക്കി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മളൊരു വീഡിയോ പോലെ വീണ്ടും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് 1.1 നമ്മൾ കഴിഞ്ഞു. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു എന്താണ് NPV, എന്താണ് IRR, എന്താണ് മോഡിഫൈഡ് NPV ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തായിരുന്നു. റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ്. ലൈക്ക് ഇൻ കേസ് നിങ്ങൾക്ക് DM ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്താൽ മതി. ഞാൻ റീസെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. സോ ജസ്റ്റ് നിങ്ങൾക്ക് DM ചെയ്യണമെങ്കിൽ അതിലൊന്ന് ചെയ്ത് ചോദിച്ചാൽ മതി എൻ്റെ അടുത്ത്. ആൻസർ വന്നിരിക്കും ഉറപ്പ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കഴിഞ്ഞു. അപ്പം ബേസിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർക്കാം, എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ വേണം ഓരോ ചാപ്റ്ററും കടന്നു പോകാൻ വേണ്ടിയിട്ട്. റൈറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ടൈം ഡിസ്പാരിറ്റി, എന്താണ് ലൈഫ് ഡിസ്പാരിറ്റി, എന്താണ് സൈസ് ഡിസ്പാരിറ്റി. ടൈം ഡിസ്പാരിറ്റി, ലൈഫ് ഡിസ്പാരിറ്റി ആൻഡ് സൈസ് ഡിസ്പാരിറ്റി. അതായത് നിങ്ങളുടെ കയ്യിൽ 10 lakh rupees ഉണ്ട്, 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്ന പ്രോജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്ന പ്രോജക്റ്റ് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് രണ്ടിന്റെയും പ്രത്യേകത, രണ്ടിനും ഒരേ ലൈഫാണ്. ഇപ്പൊ നിങ്ങളൊരു അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ രണ്ടിന്റെയും ഒരേ ലൈഫാണ്. നിങ്ങൾക്ക് എല്ലാ വർഷവും ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈക്വൽ ആണ്, അല്ലെ? ഒരേ ലൈഫാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻഫ്ലോ സെയിം ആണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് ഇൻഫ്ലോ കിട്ടും. ഇനി നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടും സെയിം ആണ്. മൂന്ന് കാര്യങ്ങൾ സെയിം ആയി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും അതിൽ വരത്തില്ല. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോജക്റ്റ് എ ആൻഡ് പ്രോജക്റ്റ് ബി, അതിന്റെ ലൈഫ് ശരിയല്ല. ഒരെണ്ണത്തിന് 2 വർഷം, ഒരെണ്ണത്തിന് 3 വർഷം. 2 വർഷത്തേക്കേ ഉള്ളൂ അസറ്റ്, മറ്റേ അസറ്റ് 3 വർഷത്തേക്കേ ഉള്ളൂ. ഇനി ഒരു അസറ്റിൽ ഞാനിടുന്ന ഇൻവെസ്റ്റ്മെന്റ് 2 ലക്ഷമാണ്, മറ്റേ അസറ്റിൽ ഞാനിടുന്ന ഇൻവെസ്റ്റ്മെന്റ് 5 ലക്ഷമാണ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടും കറക്റ്റ് അല്ല, അതിന്റെ ലൈഫും കറക്റ്റ് അല്ല. ഇനി എനിക്ക് വർഷാവർഷം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ വെച്ച് നോക്കുമ്പോൾ അതും സെയിം ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അതായത് ഒരു വർഷം എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയാൽ ഒരു പ്രോജക്റ്റിന് 1 ലക്ഷം രൂപ കിട്ടണം. എല്ലാ വർഷവും ഇപ്പൊ നോക്കി പ്രോജക്റ്റ് എയിൽ നിന്ന് എനിക്ക് എല്ലാ വർഷവും 1 ലക്ഷം രൂപ കിട്ടും. പ്രോജക്റ്റ് ബിയിലാണെങ്കിൽ എനിക്ക് ചില വർഷം 50,000, ചില വർഷം 1 ലക്ഷം. ഇതൊക്കെയാണ് എന്റെ എസ്റ്റിമേഷൻ. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ARR ഇങ്ങനത്തെയൊക്കെ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിൽ എപ്പോഴും എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നില്ല. കറക്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും. ചിലപ്പം ഒന്നിന് 5 വർഷമേ ഉള്ളൂ ലൈഫ്, ഒന്നിന് 2 വർഷമേ ഉള്ളൂ ലൈഫ്. ഇനി ഒന്നിന്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഈക്വൽ ആയിട്ട് 1 ലക്ഷം കിട്ടും. ഒന്നിനെന്ന് പറയുമ്പം ആദ്യത്തെ വർഷം ഇത്ര, രണ്ടാമത്തെ വർഷം ഇത്ര, ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏതാണ് ഡിസ്പാരിറ്റി. ടൈം ആണോ കുഴപ്പം, ലൈഫ് ആണോ കുഴപ്പം, അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് സൈസ് ആണോ കുഴപ്പം. ഇപ്പൊ ടൈം ഡിസ്പാരിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരേപോലെ അല്ലായിരിക്കും ക്യാഷ് ഫ്ലോ വരുന്നത്, ഡിഫറെന്റ് ക്യാഷ് ഫ്ലോ ആയിരിക്കും വരുന്നത്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇനി ലൈഫാണ് പ്രശ്നം, അല്ലെ? ലൈഫാണ് പ്രശ്നം. അപ്പൊ ലൈഫാണ് പ്രശ്നമെങ്കിൽ എങ്ങനെ നിങ്ങൾ അതിനെ സോൾവ് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് പ്രശ്നം, എങ്ങനെ നിങ്ങൾ അതിനെ സോൾവ് ചെയ്യും? അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ടൈം ഡിസ്പാരിറ്റി ആണ്. നിങ്ങൾക്ക് വരുന്ന ക്യാഷ് ഫ്ലോ പല പല ക്യാഷ് ഫ്ലോ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ആ മെത്തേഡ്. മോഡിഫൈഡ് NPV ആൻഡ് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഈ രണ്ട് മെത്തേഡാണ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഏത് മെത്തേഡ്? MNPV എടുക്കാം, MIRR വേണമെങ്കിൽ എടുക്കാം. ഈ രണ്ട് മെത്തേഡും ഓക്കെയാണ്. നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എടുക്കുക. ഏതാണോ ഹയർ വരുന്നത് അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോജക്റ്റ് എ ഉണ്ട്, പ്രോജക്റ്റ് ബി ഉണ്ട്. നിങ്ങൾ മോഡിഫൈഡ് NPV-യിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനിൽ ഏതാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ മോഡിഫൈഡ് NPV ഒക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കണ്ടുപിടിച്ചിട്ട് ഏതിനാണോ ഹൈ വരുന്നത്, ഹൈ MNPV അല്ലെങ്കിൽ ഹൈ MIRR വരുന്നത്, അത് വേണം നിങ്ങൾ ഇതിനകത്തിൽ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട്
ഇതിന് ഫസ്റ്റ് ഇട്ട ഓഡിയോയിൽ എന്താണ് ARR, അല്ലെ? ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കണം. ഈ 8 കാര്യങ്ങളിലെ ബേസിക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ എടുക്കാനും ഇനി വരുന്ന ഫർദർ ചാപ്റ്റർ പഠിക്കാനും പറ്റത്തുള്ളൂ. ഇപ്പം അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ആണ്. ഇപ്പം ഈ ചാപ്റ്ററിനകത്തിലെല്ലാം ബേസിക്കലി പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, അല്ലേ? അപ്പം എത്രയാണ് നിങ്ങളുടെ റിട്ടേൺ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇത്, റൈറ്റ്? ARR, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിനകത്തിൽ കുറച്ച് സംഭവങ്ങളും കുറച്ച് ഒരു കുഞ്ഞു 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 അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അത് ഒറ്റ കണക്ക് മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെന്റ് കിട്ടും. ആ ഒരൊറ്റ കണക്ക് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വൃത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് മുന്നത്തെ ഓഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പേ ബാക്ക് പീരീഡ്. നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു 5 ലക്ഷം രൂപ ഭാവിയിൽ കിട്ടും, അല്ലേ? അപ്പൊ ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എത്ര വർഷം എടുത്തു എന്ന് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണ് പേ ബാക്ക് പീരീഡ്. 5 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം എത്ര കിട്ടുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എത്ര നാളിനുള്ളിൽ കിട്ടുമെന്ന് മനസ്സിലാവും. ഇവിടെ വരുന്നത് ടൈം പീരീഡ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിനും എല്ലാം, അതായത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന എല്ലാത്തിനും ഇതിന്റെ ഇടയ്ക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനമാണ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പം ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാത്തിനും ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഭാവിയിൽ ഒരു 5 ലക്ഷം രൂപ കിട്ടുന്നു. ആ ഭാവിയിൽ കിട്ടുന്ന എമൗണ്ടിനെ ഞാൻ ഇപ്പൊ കിട്ടുന്ന എമൗണ്ടും കൊണ്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് കാണിക്കാനാ? അതിനെ നമ്മൾ ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ എമൗണ്ടിന് ഈക്വൽ ആക്കിയിട്ടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു 5 ലക്ഷം രൂപ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ 5 ലക്ഷം രൂപയുടെ വില ഭാവിയിൽ 5 ലക്ഷം രൂപയ്ക്ക് കാണുമോ? കാണത്തില്ല. സോ അതിനെ നിങ്ങൾ ഇപ്പോഴത്തെ വാല്യൂയിലേക്ക് കൊണ്ടുവരിക, കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യുക. അപ്പം ആ ഒരു റേറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കിട്ടാൻ പോണ ഇൻഫ്ലോ ആയിക്കോട്ടെ, നമ്മൾ ഭാവിയിൽ കൊടുക്കാൻ പോകുന്ന ഔട്ട്ഫ്ലോ ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിന് നമ്മൾ ഇന്നത്തെ വാല്യൂയിലേക്ക് കൊണ്ടുവരിക, PV ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് വേണം നമ്മൾ NPV ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡും സെയിം തന്നെയാണ്. നമുക്ക് കിട്ടണ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ക്യാഷ് ഔട്ട് ഫ്ലോ തന്നെയായിരിക്കും. അതായത് എത്ര നാളിനുള്ളിൽ നമുക്ക് ആ എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻഫ്ലോയിനും ഔട്ട് ഫ്ലോയിനും ജസ്റ്റ് ഒന്ന് PV ചെയ്ത് എടുക്കുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇതൊരു റേഷ്യോ ആണ്. അത് എത്ര പെർസെൻറ്റേജിൽ റിട്ടേൺ കിട്ടും, അതായത് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ഔട്ട് ഫ്ലോ. ഇതും പ്രസന്റ് വാല്യൂ തന്നെയാണ്. ഇതിന്റെ എല്ലാം ലൈക് ഡിസ്ക്രിപ്ഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതല്ല, ഈ 3 പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എക്സാക്ട്ലി എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയും. നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും, പ്രോഫിറ്റിനെ കുറച്ച് മോഡിഫൈ ചെയ്തിരിക്കുന്ന പേരാണ് നെറ്റ് പ്രസന്റ് വാല്യൂ, റൈറ്റ്? പ്രോഫിറ്റ് എന്ന് പറയുന്നവർക്ക് മടിയുള്ളത് കൊണ്ട് അവർ NPV ആണ് NPV തന്നെ ഇട്ടതാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നെറ്റ് പ്രസന്റ് വാല്യൂ ഇതിനകത്തിൽ ഇതിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ആഡ് ചെയ്തിട്ടായിരിക്കും ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒക്കെ വരുന്നത്. അപ്പം കാണാത്തൊരു ഒന്നാമത്തെ വീഡിയോ ടൈം ഡിസ്പാരിറ്റി. ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇതിന് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കാം, കാരണം MCQ ചോദിക്കും ടൈം ഡിസ്പാരിറ്റികൾ. ഇപ്പം ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങളൊരു പ്രോജക്റ്റിനെ വേണോ വേണ്ടയോ എന്ന് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ടൈം ഡിസ്പാരിറ്റി, MNPV, MIRR ഈ 2 മെത്തേഡ് വെച്ചിട്ടായിരിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലൈഫ് ഡിസ്പാരിറ്റി ആണ്. ലൈഫ് ഡിസ്പാരിറ്റി വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോജക്റ്റ് Aക്ക് 5 വർഷം ലൈഫ്, പ്രോജക്റ്റ് Bക്ക് 10 വർഷം ലൈഫ്. ഇതിനെ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യും? അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആദ്യം നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് അറിയാം. പ്രോജക്റ്റ് A ഉണ്ട്, പ്രോജക്റ്റ് B ഉണ്ട്. രണ്ടിനും നിങ്ങൾ NPV കണ്ടുപിടിച്ചത്. 2 പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് അറിയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ NPV. ആദ്യത്തെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയാണ് പ്രോഫിറ്റ്, രണ്ടാമത്തെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് പ്രോഫിറ്റ്, 2 കണ്ടുപിടിച്ച് കൈവയ്ക്കാം. എന്നിട്ട് ആദ്യത്തെ പ്രോജക്റ്റ് എടുക്കുക. അതിനെ നിങ്ങളൊരു ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ? ഒന്നുമില്ല, പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ഫാക്ടർ. നിങ്ങളുടെ ക്വസ്റ്റ്യനെ തന്നിട്ട് പ്രോജക്റ്റ് എന്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 15 ലക്ഷം, സോറി 10 ലക്ഷം, 10 ലക്ഷം. രണ്ടിനും സെയിം ഔട്ട്ഫ്ലോ ആണ് വന്നിരിക്കുന്നത്. ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും 10 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകും. ഏത് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് 15 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. അപ്പൊ എന്റെ പ്രോഫിറ്റ് അത്. ഇപ്പം നമ്മളൊരു നോർമൽ മനുഷ്യനാണെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കും, നോർമലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ആദ്യം അതിന്റെ പ്രോഫിറ്റ് നോക്കും, അല്ലെങ്കിൽ NPV നോക്കും. എത്രയായിരിക്കും എനിക്ക് കിട്ടുന്ന NPV അല്ലെങ്കിൽ എന്റെ പ്രോഫിറ്റ്? 5 ലക്ഷമായിരിക്കും എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഇവിടെ ഇതിന്റെ ഒരേ ഒരു ഡിഫറൻസ്, ലൈഫ് വേറെയാണ്. ഒരെണ്ണത്തിനകത്തിൽ 7 വർഷം എടുക്കും, ഒരെണ്ണത്തിനകത്തിൽ 5 വർഷം എടുക്കും. അപ്പൊ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് കൂടുതൽ പൈസ കിട്ടണം, അല്ലെ? കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഈ 5 ലക്ഷം പ്രോഫിറ്റിനെ 7 വർഷം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു വർഷം നിങ്ങൾക്ക് 70,000 രൂപ ഏകദേശം കിട്ടും. രണ്ടാമത്തെ പ്രോജക്റ്റിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 1,00,000 രൂപ കിട്ടും അല്ലേ? അപ്പം നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? 70ന് പോവോ 1,00,000 പോവോ? ഒബ്വിയസ്ലി 1,00,000 പോവും. നമ്മുടെ ഈ ലൈഫ് കൺസെപ്റ്റിലും സെയിം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ. അവർ പ്രസന്റ് വാല്യൂ ഫാക്ടറും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടണ ഇൻഫ്ലോനെ നിങ്ങൾ പ്രസന്റ് വാല്യൂ ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ NPV കണ്ടുപിടിക്കുന്നത് ആ NPV കണ്ടുപിടിച്ച് കയ്യിൽ വെക്കുക. നമ്മൾ ഇനി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ലൈഫ് കൊണ്ടല്ല. ലൈഫ് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രസന്റ് വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾ ഇതിന്റെ എത്ര വർഷമാണോ പ്രോജക്റ്റിന് ലൈഫ് ഉള്ളത്, അപ്പോൾ ആദ്യത്തത് 7 വർഷമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 8% പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ഫാക്ടർ എന്ന് വെച്ചോ. 8 വർഷമാണ് പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ഫാക്ടർ എങ്കിൽ സോറി 8% നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 7 വർഷത്തേക്ക് നിങ്ങൾ അതിന്റെ പ്രസന്റ് വാല്യൂ അതിനെല്ലാം കൂടെ പ്രസന്റ് ആ ഒരു ഫിഗേഴ്സിനെ എല്ലാം കൂടി നിങ്ങൾ ആഡപ്പ് ചെയ്തിട്ട് സമ്മേഷൻ കണ്ടുപിടിക്കുക. പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ഫാക്ടർ അന്യൂറ്റി ഇത് കണ്ടുപിടിച്ച് വെക്കുക. രണ്ടാമത്തെ പ്രോജക്റ്റിന് 5 വർഷമാണ് ലൈഫ്. ജസ്റ്റ് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തേത് 5 വർഷമാണ്. 5 വർഷത്തിന്റെ സമ്മേഷൻ എല്ലാം കൂടെ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന്റെ അന്യൂറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3.47 ആണ്. അപ്പോൾ നമ്മൾ ലൈഫിന് ഈക്വലന്റ് ആയിട്ട് പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചല്ലോ. നമ്മൾ ലൈഫിൽ ഈക്വലന്റ് ആയിട്ട് എന്ത് കണ്ടുപിടിച്ചു? പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിനെ വേണം 1 ഡിവൈഡഡ് ബൈ PVIF. ഇതിനെ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ PVIF. ആ കിട്ടണ എമൗണ്ട് കൊണ്ട് വേണം, ആ കിട്ടണ ഒരു ഫിഗർ കൊണ്ട് വേണം നമ്മൾ ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടണ ക്യാഷ് ഫ്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നോർമലി എങ്ങനെയാണോ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചങ്ങോട്ട് മാറ്റി വെക്കുക. വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ലൈഫിന്റെ ഒരു ചെറിയൊരു അപ്ലിക്കേഷനും കൂടെ വരും. അതായത് എത്രയാണോ നിങ്ങളുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് അത് ലൈഫിനെ ബേസ് ചെയ്തിട്ട് അന്യൂറ്റി കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് 1 ഡിവൈഡഡ് ബൈ ദാറ്റ് അന്യൂറ്റി. അതിനെയാണ് അങ്ങനെ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിനെ നിങ്ങൾ ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ എന്ന് പറഞ്ഞ് വിളിക്കും. ഈ ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ കൊണ്ട് നിങ്ങളുടെ ഓരോ NPVനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റിക്കവറി ഫാക്ടർ കൊണ്ട് ഒന്നാമത്തെ NPVയും രണ്ടാമത്തെ റിക്കവറി ഫാക്ടർ കൊണ്ട് രണ്ടാമത്തെ NPVയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് ആവറേജ് എത്ര പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ എത്ര NPV കിട്ടുമെന്ന് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് ലൈഫ് ഡിസ്പാരിറ്റി ക്യാപിറ്റൽ പറയുന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. LCM വേണ്ട. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചാപ്റ്ററിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് റീഡ് ചെയ്ത് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ വായിച്ചു. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇതിന്റെ PDF ഒക്കെ വെച്ചിട്ട് ഒരു ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങൾ നോട്ട് എഴുതിയൊന്നും കഷ്ടപ്പെടണ്ട. വേണമെങ്കിൽ നോട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ റെഫർ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. റൈറ്റ്. ഇനി അടുത്തത് സൈസ് ഡിസ്പാരിറ്റി. ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പം ഒരിടത്ത് 2 ലക്ഷം, നിങ്ങളുടെ ടോട്ടൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോ. അപ്പം 3 ലക്ഷത്തിനും പ്രോജക്റ്റ് ഉണ്ട്, 4 ലക്ഷത്തിനും പ്രോജക്റ്റ് ഉണ്ട്. അപ്പം രണ്ടിനും ക്യാഷ് ഇൻഫ്ലോ സംഭവങ്ങളൊക്കെ വേറെയൊക്കെ ആയിരിക്കും അല്ലേ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല. നമുക്ക് മേജറായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഏതിലാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് സൈസ് ഡിഫറെന്റ് ആണ്. ഇതിനകത്തിൽ ഏതായിരിക്കും ബെറ്റർ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് അതിനെ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ രണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ, ഒരു ഇൻവെസ്റ്റ്മെന്റിൽ 10,000, ഒരു ഇൻവെസ്റ്റ്മെന്റിൽ 30,000. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റിൽ 10,000, ഒരു ഇൻവെസ്റ്റ്മെന്റിൽ 30,000 നിങ്ങൾ നിക്ഷേപിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എടുക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എടുത്ത് ഒരു സൈഡിലേക്ക് വെക്കുക. അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഡിറ്റക്റ്റീവ് ആയിട്ട് ഒരിടത്ത് മാത്രം ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിടാതെ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നത് മെറ്റീരിയൽ ഒരിക്കലും നിങ്ങൾ വിടരുത്. എപ്പോഴും നമ്മുടെ മേജർ ടെക്സ്റ്റ് നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ്. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ എവിടുന്ന് ഇപ്പം വല്ലപ്പോഴും എങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തു എന്നും പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയൽ ഒന്നും നോക്കാണ്ട് നമ്മുടെ മെറ്റീരിയലിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും മെയിൻ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തരുന്നൊരു വാക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പം വേറെ ക്വസ്റ്റ്യൻ ആണല്ലോ എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനം നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ട് തരും. സോ ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കാം. ഓക്കെ. അപ്പം ഡിഫറെന്റ് സൈസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ്മെന്റിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് എടുക്കുക. ഇപ്പം ഒരു പ്രോജക്റ്റിൽ 10,000, ഒരു പ്രോജക്റ്റിൽ 20,000 ആണെങ്കിൽ 10,000 ആണല്ലോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതിന്റെ ഡിഫറൻസ്, അതെടുത്ത് അങ്ങോട്ട് വെക്കുക. ഇനി എനിക്ക് തിരിച്ചു കിട്ടണ എമൗണ്ട് ഉണ്ട്. ഇപ്പം ഒരു പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് എല്ലാ വർഷവും 5,000 രൂപ കിട്ടും. വേറൊരു പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് അതിന്റെ മറ്റേ ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് എല്ലാ വർഷവും ഒരു 6,000 രൂപ കിട്ടും. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര നോക്കുക. 5,000ഉം 6,000ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര നോക്കുക. അപ്പം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 5,000 6,000 തമ്മിലുള്ളത് 1,000 അല്ലേ. അപ്പം ഇതിനകത്തിലെ മേജർ ആയിട്ട് വരുന്ന ഇത്രേ ഉള്ളൂ. ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഔട്ട്ഫ്ലോയുടെ ചേഞ്ച് എത്രയാണ് ഈസ് ഈക്വൽ ടു ഇൻഫ്ലോയുടെ ചേഞ്ചും അതിന്റെ ഏതോ ഒരു ഫിഗർ ഇട്ട് അന്യൂറ്റി ഫാക്ടർ ഇട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു എമൗണ്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ അറിയാലോ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കൂടെ ഈക്വൽ ആകുന്ന ഒരു റേറ്റിനെയാണ് നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തില്
ഔട്ട്ഫ്ലോയുടെ ചേഞ്ച് തന്നിരിക്കും, ഇൻഫ്ലോയുടെ ചേഞ്ച് തന്നിരിക്കും, നിങ്ങൾക്ക് ആ ടൈം പീരീഡും തന്നിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു റേറ്റ് ആണ്. അപ്പം ഏത് റേറ്റിലാണ് ഇന്ന പീരീഡില് നിങ്ങളുടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആകുന്നത് അതായിരിക്കും അതിൽ ഏറ്റവും അത് വരുന്നത് ഏതാണോ അതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് IRR യൂസിങ് ദസ്. ഇഫ് 5000 രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ടാണ് എവിടെയോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചർ നോക്കാൻ പോണത്, അപ്പം നിങ്ങൾ ഈ എടുത്ത ലോണിന് നിങ്ങൾ ഒരു 8% ലോൺ കൊടുക്കേണ്ടി വരും. തിരിച്ച് തിരിച്ച് പൈസ അടയ്ക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളൊരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പം നിങ്ങളുടെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നോക്കാൻ. അപ്പൊ അതിനാണ് ഡിഫറൻഷ്യൽ ക്യാഷ് ഫ്ലോ അപ്രോച്ച് ഈ ഒരു സൈസിൽ പറയുന്നത്. സൈസ് സ്കെയിൽ ഡിസ്പാരിറ്റിയിൽ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആദ്യം ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ഔട്ട്ഫ്ലോയുടെ ഡിഫറൻസ് എടുക്കുക, ഇൻഫ്ലോയുടെ ഡിഫറൻസ് എടുക്കുക, നിങ്ങളുടെ ടൈം പീരീഡ് തന്നിരിക്കും അല്ലെ. അപ്പൊ ഇതില് ഏതോ ഒരു റേറ്റ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് റേറ്റ് എടുക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ ഫിഗേഴ്സ് ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് ടൈം പീരീഡ് അറിയാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു റേറ്റ്, ഇപ്പം ഒരു 8% എടുക്കുക. ഇത് ജസ്റ്റ് നമ്മുടെ അസംഷൻ ബേസ്ഡ് ആണ്. ഒരു 8% എടുക്കുക, 10. എപ്പോഴും ഈ റേറ്റ് എന്ന് പറയുന്നത് ഒരു 8നും ഒരു 10, 15 അങ്ങനെ ഒരു റേഞ്ചിലൊക്കെ നിൽക്കും. അപ്പം അതിനിടയ്ക്ക് ജസ്റ്റ് നിങ്ങൾക്ക് 4 വർഷമൊക്കെ തരുള്ളായിരിക്കും. അപ്പം അങ്ങനെ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഫിഗർ വന്നാൽ മതി. ഒരു ഓൾമോസ്റ്റ് ഫിഗർ, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ തന്നെ ഒരു റേഞ്ച് കൊടുത്താൽ മതി. ഇത്ര റേഞ്ചിനുള്ളിൽ ഇത്ര റേഞ്ച് വരെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് 2 പ്രോജക്റ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ അതിന്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുത്തിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറയാം. 2 പ്രോജക്റ്റ് ഉണ്ട്, 2 പ്രോജക്റ്റിന്റെയും ക്യാഷ് ഔട്ട്ഫ്ലോ ഡിഫറെന്റ് ആണ്, ക്യാഷ് ഇൻഫ്ലോ ഡിഫറെന്റ് ആണ് അല്ലേ. ഇപ്പൊ നിങ്ങൾ പ്രോജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 20,000, പ്രോജക്റ്റ് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 30,000. അപ്പം ഡിഫറൻസ് എത്ര വന്നു? ഔട്ട്ഫ്ലോയുടെ 10,000 രൂപ ഡിഫറൻസ് വന്നു. നിങ്ങൾക്ക് ഇനി എല്ലാ വർഷവും കിട്ടുന്നതോ, ഒരിടത്ത് നിങ്ങൾക്ക് 5,000 കിട്ടുന്നു, ഒരിടത്ത് നിങ്ങൾക്ക് 1,000 കിട്ടുന്നു. അങ്ങനെയാണ് 5,000-ന്റെ ഡിഫറൻസ് 4,000. അപ്പൊ നിങ്ങൾക്ക് കിട്ടണ ഇൻഫ്ലോനെ ഏതോ ഒരു റേറ്റ് വെച്ച് നമ്മൾ ഇത്ര വർഷത്തേക്ക് അന്യൂറ്റി ചെയ്ത് കഴിയുമ്പം അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിരിക്കും, നമ്മുടെ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഈ കിട്ടണ റേറ്റ് നമ്മൾ ഇതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ റേറ്റ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരുന്നു. ഇപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു 8% പക്ഷെ IRR എന്ന് പറയുന്നത് ഒരു 10%. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉള്ള, ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാഷ് ഫ്ലോ ഉള്ള സാധനം വേണം നമ്മൾ ഇതിനകത്തിൽ, ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കിട്ടണ ഒരു പ്രോജക്റ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അങ്ങനെ ക്വസ്റ്റ്യന് ചോദിക്കത്തില്ല, പക്ഷേ റെയർ ആയിട്ട് നമ്മുടെ മെറ്റീരിയലിനകത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. സോ അത് സോൾവ് ചെയ്ത് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇനി അബാൻഡൻമെന്റ് വാല്യൂ. അബാൻഡൻമെന്റ് വാല്യൂ എന്ന് പറയുന്നത് എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രോജക്റ്റിന്റെ ലൈഫ് ഒരു 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് സ്ക്രാപ്പ് ചെയ്യുമ്പം, ഇല്ലെങ്കിൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, 5 വർഷം കഴിഞ്ഞാൽ അസറ്റ് സ്ക്രാപ്പ് ചെയ്ത് കഴിയുമ്പം, അതല്ലെങ്കിൽ ഇത് പോയി വിൽക്കാൻ പോകുന്ന സമയത്ത് 10,000 രൂപ അതിന് കിട്ടണുള്ളൂ. പക്ഷെ ഇപ്പം നിങ്ങൾ ഉടനെ 1 വർഷം കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾ അത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 രൂപയൊക്കെ കിട്ടും, കുറച്ച് കൂടുതൽ പൈസയൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ ഇപ്പം വിൽക്കണോ, 1 വർഷം നിങ്ങൾ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം വിൽക്കണം, 5 വർഷം കഴിഞ്ഞ് വിൽക്കണം? അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഈ അബാൻഡൻമെന്റ് വാല്യൂ. ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ചെയ്തു പഠിച്ചത്. അത് നിങ്ങൾക്ക് അങ്ങനെ എല്ലായിടത്തും ഇതുമാതിരി ക്വസ്റ്റ്യൻ കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വർഷം നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ റിയൽ ലൈഫിൽ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ 1 വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 1 വർഷം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും. ലാഭമാണോ നഷ്ടമാണോ? ഇനി അടുത്ത ചോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിൽക്കുന്നേ ഇല്ല, ലാസ്റ്റ് വരെ പോകുന്നു. അപ്പൊ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും. അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച് നെറ്റ് പ്രസന്റ് വാല്യൂയിലേക്ക് വരിക. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ക്രാപ്പോ ഉണ്ടായിരിക്കും, അതിന്റെയും കണ്ടുപിടിച്ച് വരിക. അപ്പൊ ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇതുപോലത്തെ ഒരു സിമ്പിൾ കൺസെപ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. ഇതാണ് അബാൻഡൻമെന്റ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ 1 വേർഡ് വരും. 1 വേർഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മോഡിഫൈഡ് ആക്സിലറേറ്റഡ് കോസ്റ്റ് റിക്കവറി സിസ്റ്റം. എന്താണ് MACRS? സിമ്പിൾ ആണ്. അതായത് ചില ആൾക്കാരൊക്കെ നമ്മൾ കൂടുതൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആദ്യമേ ചാർജ് ചെയ്യും. പെട്ടെന്ന് നമ്മൾ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 40%-ന് വരെ 50% ഒക്കെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും, ഈസി കോസ്റ്റ് റിക്കവറി. അപ്പൊ അതിനെയാണ് MACRS അല്ലെങ്കിൽ മോഡിഫൈഡ് ആക്സിലറേറ്റഡ് കോസ്റ്റ് റിക്കവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ 1.2 എന്ന് പറയുന്ന മൊഡ്യൂളിനകത്തിൽ. ഇനി 1.3 എന്ന് പറയുന്നതിനകത്ത് ഇതിലും ചെറുതാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്തിരുന്നാൽ മതി. എന്താണ് റിയൽ, എന്താണ് നോമിനൽ, എന്താണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പണ്ട് നിങ്ങൾ 10 രൂപയും കൊണ്ട് കടയിൽ പോയി ഒരു സാധനം മേടിച്ച് ഇന്ന് അതേ സാധനത്തിന് 10 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ കടക്കാരൻ നമ്മളെ ഓടിക്കും അല്ലെ. അതാണ് ഇൻഫ്ലേഷൻ. അപ്പൊ ഓരോ ദിവസം ചെല്ലുന്തോറും സാധനത്തിന്റെ വില ഇങ്ങനെ
കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എത്രയാണ് ഇൻഫ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നോമിനൽ എന്ന് പറയും, റിയൽ എന്ന് പറയുമ്പം റിയൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. അതായത് ഒരു ഷെയർ ഹോൾഡറിന് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മിനിമം, നമ്മൾ പറയത്തില്ല ഇത്ര മിനിമം ഇത്ര, ഇതിനകത്ത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് റിയൽ ആണ്. അതാണ് റിയൽ റേറ്റ് എന്ന് പറയുന്നത്. ഈ റിയൽ റേറ്റിന്റെ കൂടെ നമ്മൾ ഇൻഫ്ലേഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതാണ് നമ്മളുടെ നോമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, ഒറ്റ ചെറിയ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മൾ SF ചെയ്യുമ്പം ഒന്നാമത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ മെത്തേഡിൽ സെയിം ആൻസർ കിട്ടും. അതേ മെത്തേഡിൽ ആ ആൻസറിൽ വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ചെയ്ത് വന്ന് ആൻസറിലേക്ക് വരാം. രണ്ട് രീതിയുണ്ട്. അപ്പൊ ചിലതിന് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, അതേ മാത്രമേ പറ്റത്തുള്ളൂ. ചിലർക്ക് നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഒക്കെ എടുത്ത് വന്ന് ആൻസറിൽ എത്താം. അപ്പൊ അങ്ങനെ എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്ത് അങ്ങനെ എത്തണമെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. ആ മനസ്സിലാക്കിയ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പം സെയിം ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കുറച്ച് വളഞ്ഞ വഴിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പം അതിന് മനസ്സിലാവാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു റേറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു റേറ്റിനകത്തിൽ എന്താണ് NPV എന്തോ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. സംഭവം ഈ റേറ്റിന്റെ ഒരു ചെറിയ സാധനമാണ് ഇത് വരുന്നുണ്ട് അല്ലേ. അപ്പം NDR എന്ന് പറഞ്ഞാൽ നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ്, IR എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ റേറ്റ്, RDR എന്ന് പറഞ്ഞാൽ റിയൽ ഡിസ്കൗണ്ട് റേറ്റ്. ഇതിനകത്ത് റിയലിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് റിയൽ ആണ്. അതിനകത്ത് പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് എപ്പോഴും നോമിനൽ കണ്ടുപിടിക്കാനായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനകത്തിലും ചോദിക്കുന്നത്. അപ്പം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 1+NDR ഈസ് ഈക്വൽ ടു 1+IR ഇൻറ്റു 1+RDR. ഇതെങ്ങനെ ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ മലയാളികൾക്ക് മറന്നു പോകാൻ പറ്റാത്തൊരു ഒരു വേർഡ് ഉണ്ട്, NRI അല്ലെ, NRI. അപ്പം N കണ്ടുപിടിക്കണമെങ്കിൽ R ഉം I യും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, NRI. 1+NDR ഈസ് ഈക്വൽ ടു 1+IR ഇൻറ്റു 1+RDR അല്ലെ. ഇപ്പം നോമിനൽ ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ. ഇനി അടുത്തത് 1.4 എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. ഞാൻ എപ്പോഴും 10 ലക്ഷം പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ആയതുകൊണ്ട് കേട്ടോ, 10 ലക്ഷം. അപ്പൊ ഈ 10 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം 5 ലക്ഷം വെച്ചിട്ട് രണ്ട് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 ലക്ഷം രൂപ വരുന്ന ഒരു പ്രോജക്റ്റിലും പിന്നെ ബാക്കി കുറച്ച് വേറൊരു പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ, ഇപ്പം A എന്ന് പറയുന്ന ഒരാളുണ്ട്, B എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പം A പറയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ എടുത്തോ, ഞാൻ പകുതിയായിട്ടൊന്നും ഇവിടെ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ അല്ലേ, പകുതി പകുതിച്ച വെച്ചൊന്നും ഞാൻ തരത്തില്ല എന്ന് പറയാണ്. വേറൊരാൾ പറയാണ്, B പറയാണ്, ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, എന്തിനെങ്കിലും ഹാഫോ അല്ലെങ്കിൽ അതിന്റെ പകുതിയോ മുക്കാലോ ഒക്കെ വേണം, ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് തരാം. അങ്ങനെ പറയുന്ന രണ്ട് ഡിസിഷൻ വരുമ്പം അതിൽ എങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇത്. അപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ ചിലപ്പം പൈസ അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന സാധനമായിരിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ്. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വരുമ്പം എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ റാഷനിങ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തില് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിവിസിബിൾ പ്രോജക്റ്റ്. ഡിവിസിബിൾ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, ഓക്കെ നിങ്ങൾക്ക് പ്രോജക്റ്റ് പാവമാണ് കേട്ടോ, നിങ്ങൾക്ക് പകുതി വേണോ എടുത്തോ, നിങ്ങൾ മൊത്തമായിട്ട് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ അനുസരിച്ച് യു ക്യാൻ ഇൻവെസ്റ്റ് വാട്ട് എവർ യു ഹാവ്. രണ്ടാമത്തെ ആൾ കുറച്ചും കൂടെ ഡിമാൻഡ് ഒരാളാണ്, കുറച്ചും കൂടെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അയാൾ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മൊത്തം എടുക്കണം, ഞാൻ ഇവിടെ പകുതിക്ക് വെച്ച് തരുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് എ നോൺ ഡിവിസിബിൾ പ്രോജക്റ്റ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്തിന്റെ ബേസിലായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, എത്രയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഈസിയാണ്. എപ്പോഴും ഓർത്തോ, ഈ NPV ഭയങ്കര സാധനമാണ്. നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കുമ്പോഴും ഓർത്തോണം, എല്ലായിടത്തും NPV ഉണ്ടല്ലേ, എന്തിനു വേണമെങ്കിലും NPVയുടെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഡിവിസിബിൾ പ്രോജക്റ്റ്. നിങ്ങൾക്ക് PI പാവമാണ്, PIനെ ബേസ് ചെയ്തിട്ട് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഏത് പ്രോജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വരുന്നത്, ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടായിട്ടൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഡിവിസിബിൾ. പക്ഷെ നോൺ ഡിവിസിബിൾ ഭയങ്കര സാധനമാണ്, NPV ആണ് അതിൽ. NPV പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും തരത്തില്ല. റൈറ്റ്. അപ്പൊ നിങ്ങൾ കുറെ കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കുക, പ്രോജക്റ്റ് 1, 2, 3 ഇതിന്റെ NPV എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ എങ്ങനെയല്ലേ, ഇപ്പം നമ്മളോട് പറഞ്ഞു വേണമെങ്കിൽ മൊത്തം എടുക്കില്ല, തരത്തില്ലാണ്. അപ്പൊ നമ്മൾ ഏതിനാണോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് അത് മാത്രം സെലക്ട് ചെയ്യും.
അപ്പം അങ്ങനെ നിങ്ങൾ കുറച്ച് കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കുക, 1ഉം 2ഉം 3ഉം 2ഉം 3ഉം 4ഉം 2ഉം 3ഉം 1ഉം ഇങ്ങനെ കുറേ കോമ്പിനേഷൻ ഉണ്ടാക്കി നമ്മൾ നോക്കുമ്പോൾ ഏതിനാണോ ഏറ്റവും കൂടുതൽ NPV അതിനുള്ള 3 ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മേടിക്കും. ബാക്കി പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെക്കും, അല്ലേ? ഹയർ പ്രോഫിറ്റ്. അതാണ് ഡിവിസിബിൾ നോൺ ഡിവിസിബിൾ പ്രോജക്റ്റ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഡിവിസിബിൾ പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് PIനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഹൈ PI ഉള്ളതിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റാങ്കിൽ എടുത്ത് താഴെ വരുന്നതിന് പാർട്ടായിട്ട് മേടിക്കാനും പറ്റും. നോൺ ഡിവിസിബിൾ ആണെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഏറ്റവും കൂടുതൽ NPV വരുന്ന നമ്മൾ കോമ്പിനേഷൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ്